കുഞ്ഞിനെ ക്ലാസ്സിലാക്കി വന്നതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ചെടിയൊക്കെ നട്ടോടത്തേക്ക് വന്നു. ഈ കാഴ്ചയൊക്കെ കാണുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്. അതായത് ഇതിൽ പുതിയ പയറുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡബിൾ ഹാപ്പി. പക്ഷെ ഫിസിക്കലി ഞാനിവിടെ ആണെങ്കിലും എൻ്റെ മനസ്സ് കുഞ്ഞുൻ്റെ കൂടെയാണ്. കാരണം കുഞ്ഞു ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോയേക്കണല്ലേ, അവിടെ എന്താവും ഞാൻ വന്നതിന് ശേഷം കരയുമെന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായി. ഞാനത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ചു പറഞ്ഞത് കരഞ്ഞാലും കുഴപ്പമില്ല, വേറെ കുട്ടികളെ തല്ലുപിടിക്കാതിരുന്നാൽ മതിയെന്നാണ്. ശരിക്കും ഫസ്റ്റ് ഡേ ഒക്കെ കുട്ടികളുടെ കൂടെ പാരൻസിനെ ഇരുത്താല്ലേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതാ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോൾ ഞാനിതുപോലെ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും റോങ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധനം അത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ അപ്പം തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പെട്ടി ഞാൻ പൊട്ടിച്ചു, സാധനം നോക്കി, സാധനം ഞാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ബുക്ക് ചെയ്ത് തന്നെയാണ് വന്നേക്കണേ. പിന്നെ കുഞ്ഞുനെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വന്നതിന് ശേഷം ഞങ്ങളത് സ്റ്റുഡിയോ വരെ ഒന്ന് പോയി. കുഞ്ഞിൻ്റെ യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. 1 മാസം മുന്നേ അളവൊക്കെ എടുത്തതാണ്, പക്ഷേ സ്കൂൾ തുറന്നിട്ട് യൂണിഫോം കിട്ടിയിട്ടില്ല. ക്ലാസ് തുറക്കണമെങ്കിൽ മുന്നേ തന്നെ യൂണിഫോം കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുൻ്റെ അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ കുഞ്ഞുനെ നഴ്സറിയിൽ പോയപ്പോൾ ഇടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഒരു 3 ഉടുപ്പുകൾ എടുത്തു. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ പാറ്റേണിലുള്ള 2 കളർ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ റോസ് അച്ഛനും കുഞ്ഞുവിനും ഇഷ്ടപ്പെട്ടു, പച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു.